മോഡേൺ ടെക്നോളജിയിലെ വളർച്ച കൊണ്ടും മറ്റെങ്ങും കാണാത്ത പ്രകൃതി വൈഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ ഒരു രാജ്യമാണ് ചൈന. അത്തരത്തിൽ ചൈനയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ചില അത്ഭുത നിർമ്മിതികളും പ്രകൃതി പ്രതിഭാസങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ലാവോജുൻ പർവ്വതം, ഹെനാൻ പ്രൊവിൻസ്. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ് ലാവോജുൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തേക്ക് മുട്ടിനിൽക്കുന്ന കൂർത്ത മലമുകൾക്കിടയിൽ ഏറ്റവും മുകളിലായി ഒരു സ്വർണ്ണക്ഷേത്രം. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന താവോയിസത്തിൻ്റെ സ്ഥാപകനായ ലാവോസി എന്ന തത്വചിന്തകനുമായി ഈ മലയ്ക്ക് വലിയ ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ ധ്യാനിക്കാനും ജ്ഞാനം തേടാനും വന്നിരുന്നു എന്നാണ് വിശ്വാസം. പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുക എന്ന താവോയിസ്റ്റ് തത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ക്ഷേത്രം. എന്നാൽ ഇതിൻ്റെ മുകളിലേക്കെത്താൻ 99 വളവുകൾ കടക്കണം. എങ്കിലും ഇതിനെ ഒരു ആത്മീയ യാത്രയായാണ് വിശ്വാസികൾ കാണുന്നത്. മിങ്, ക്വിങ് രാജവംശങ്ങളുടെ കാലത്താണ് ഇന്നത്തെ കാണുന്ന രീതിയിലേക്ക് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്ററിന് മുകളിൽ മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ഇന്നും വിശ്വാസികളുടെ പ്രധാന കേന്ദ്രമാണ്. മൈജിഷാൻ, ഗാൻസു പ്രൊവിൻസ്. മൈജിഷാൻ എന്നാൽ ഗോതമ്പ് കൂമ്പാര പർവ്വതം എന്നാണ് അർത്ഥം. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൂറ്റൻ പാറക്കെട്ട് ചുറ്റുമുള്ള ഭൂപ്രകൃതിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ ചെറിയ ഗുഹകൾ കാണാം. ഈ ഗുഹകളെല്ലാം പാറയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇടുങ്ങിയ തടിപ്പാലങ്ങൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ മലയിൽ കൊത്തിയെടുത്ത ഒരു പുരാതന അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം പോലെ ഇത് തോന്നും. എന്നാൽ ഈ ഗുഹകൾക്കുള്ളിലെ കാഴ്ചകളാണ് മൈജിഷാനിനെ ശരിക്കും അത്ഭുതകരമാക്കുന്നത്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധ സന്യാസിമാരും വിദഗ്ധരായ കലാകാരന്മാരും ചേർന്ന് ഈ ഗുഹകളിലും മലഞ്ചെരുവുകളിലും ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 12 വ്യത്യസ്ത ചൈനീസ് രാജവംശങ്ങളിലൂടെ ഈ പ്രവൃത്തി തുടർന്നു പോന്നു. അതായത് 1000-ലധികം വർഷങ്ങളായി മനുഷ്യർ ഇവിടെ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്ന് ഇവിടെ 7000-ലധികം ശില്പങ്ങളുണ്ട്. മറ്റുള്ളവയിൽ നിന്ന് മൈജിഷാനിനെ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ നിർമ്മാണ രീതിയാണ്. കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന ചെറിയ ബുദ്ധ പ്രതിമകൾ മുതൽ 16 മീറ്റർ ഉയരമുള്ള ഭീമൻ പ്രതിമകൾ വരെ ഇവിടെ കാണാം. ഈ ശില്പങ്ങളുടെ ശൈലി പുരാതന ചൈനയ്ക്ക് ലോകവുമായുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ കഥ കൂടി പറയുന്നുണ്ട്. പുരാതന ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗാന്ധാര കലാപാരമ്പര്യവും പേർഷ്യൻ കലയുടെ സ്വാധീനവും ചൈനീസ് റിയലിസവും എല്ലാം ഒരേ ഗുഹാസമുച്ചയത്തിൽ ഒത്തുചേരുന്നത് നമുക്ക് കാണാം. ഗാൻവിൻ ടെമ്പിൾ, തൈഹാൻ മൗണ്ടൈൻ. വടക്കൻ ചൈനയിലെ പല പ്രവിശ്യകളിലായി വ്യാപിച്ചു കിടക്കുന്ന തായ്ഹാങ് പർവ്വതനിരകൾ രാജ്യത്തെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഇടമാണ്. ഈ മലനിരകൾക്കുള്ളിലായി ചൈനീസ് വിശ്വാസപ്രകാരം കരുണയുടെ ദേവതയും ചൈനീസ് ബുദ്ധമതത്തിൽ ഏറെ ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വവുമായ ഗ്വാൻയിന് വേണ്ടി സമർപ്പിച്ച ഒരു മലഞ്ചെരിവ് ക്ഷേത്രമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്ററിലധികം ഉയരത്തിൽ ഒരു കൂർത്ത പാറയുടെ അറ്റത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. മലമുകളിലേക്ക് റോഡുകളൊന്നുമില്ല. കുത്തനെയുള്ള നടത്തവും അവസാനം ഒരു തടിപ്പാലവും കടന്നാൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിയും. മലയുടെ മുകൾ ഭാഗം വളരെ ഇടുങ്ങിയതായതുകൊണ്ട് ഒരേ സമയം കുറച്ചാളുകൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയൂ. കിഴക്കൻ, തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഉടനീളം ഗ്വാൻയിൻ ആരാധിക്കപ്പെടുന്നത് സഹായം ആവശ്യമുള്ളവരുടെ വിളി കേൾക്കുന്ന കരുണയുടെ പ്രതീകമായാണ്. സൗകര്യപ്രദമായ ഇടങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്തിപ്പെടാൻ പ്രയാസമുള്ള ദൂരെയുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിൽ കൂടുതൽ ആത്മാർത്ഥതയും ഭക്തിയുമുണ്ടെന്നാണ് വിശ്വാസം. ലാരുങ്കാർ, സിച്ചുവാൻ പ്രൊവിൻസ്. ദൂരത്തു നിന്നോ ഉയരത്തിൽ നിന്നോ ലാരുങ്കാർ കാണുമ്പോൾ വളരെ വേറിട്ടൊരു അനുഭവമായിരിക്കും അത്. ഒരു മലയോര താഴ്വരയിലെ ഓരോ കുന്നിലും ചെരുവിലും ചുവന്ന ചായം പൂശിയ ആയിരക്കണക്കിന് ചെറിയ തടി വീടുകൾ ഒരു ചുവന്ന നദി ഒഴുകുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇതൊരു നഗരമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ തിബറ്റൻ ബുദ്ധ അക്കാദമിയാണിത്. സിച്ചുവാൻ പ്രവിശ്യയിലെ സെർട്ട കൗണ്ടിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 400 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1980-ൽ ടിബറ്റൻ ബുദ്ധമത അധ്യാപകനായ ഖെൻബോ ജിഗ്മെ ഫുണ്ട്സോക്കാണ് ലാരുങ്കാർ സ്ഥാപിച്ചത്. ഈ കാലഘട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1966 മുതൽ 1976 വരെ നീണ്ടുനിന്ന ചൈനയിലെ സാംസ്കാരിക വിപ്ലവം ഈ മേഖലയിലെ ബുദ്ധമത സ്ഥാപനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. മഠങ്ങൾ അടച്ചുപൂട്ടുകയും സന്യാസിമാർക്ക് പഠനം നിർത്തേണ്ടി വരികയും ചെയ്തു. 1970കളുടെ അവസാനത്തോടെ കാര്യങ്ങൾ സാവധാനം മാറിത്തുടങ്ങിയപ്പോൾ ഖെൻബോ ജിഗ്മെ ഫുണ്ട്സോക്ക് ഈ ഒറ്റപ്പെട്ട താഴ്വര പുനർനിർമ്മിക്കാനായി തിരഞ്ഞെടുത്തു. കുറച്ച് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഇവിടെ പിന്നീട് ആളുകൾ ഒഴുകിയെത്തി. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പഴക്കമേറിയ രീതിയായ
നൈഗ്മ പാരമ്പര്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ബുദ്ധ തത്വചിന്തയും ധ്യാനവും പുരാതന ഗ്രന്ഥങ്ങളുമെല്ലാം ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. പണ്ടുകാലം മുതൽ പുരുഷ സന്യാസിമാർക്ക് മുൻഗണന നൽകിയിരുന്ന പല ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലാരുങ്കാറിൽ വലിയൊരു സന്യാസിനി സമൂഹമുണ്ട്. കെട്ടിടങ്ങളുടെ ചുവപ്പ് നിറം വെറുതെ നൽകിയതല്ല. തിബറ്റൻ ബുദ്ധ പാരമ്പര്യത്തിൽ ചുവപ്പ് ആത്മീയ ശക്തിയെയും ലാളിത്യത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ മേൽക്കൂരയും ചുവരുകളും ഒരേ നിറത്തിൽ കാണപ്പെടുന്നത് കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. പ്രാർത്ഥനയും പഠനവും കൂട്ടായ പ്രവർത്തനങ്ങളുമാണ് ഇവിടുത്തെ ഓരോ ദിവസവും കടന്നുപോകുന്നത്. ക്ഷേത്രങ്ങൾ, ലൈബ്രറികൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവയെല്ലാം ഈ താഴ്വരയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഫാൻജിങ് ഷാൻ, ഗുയ്ഷൌ പ്രൊവിൻസ്. ചൈനയിലെ 5 പവിത്രമായ ബുദ്ധപർവ്വതങ്ങളിലൊന്നാണ് ഫാൻജിങ് ഷാൻ. എന്നാൽ ഇത് മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഗുയ്ഷോ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിനെ 2018 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പർവ്വതം തന്നെ വളരെ പുരാതനമാണ്. ഇതിലെ ചില പാറക്കെട്ടുകൾക്ക് 100 കോടി വർഷത്തിലധികം പഴക്കമുണ്ടത്രേ. എന്നാൽ ഫാൻജിങ് ഷാനിൻ്റെ ഉച്ചി സമുദ്രനിരപ്പിൽ നിന്ന് 2300 മീറ്ററിലധികം ഉയരത്തിൽ 2 വെവ്വേറെ കൂർത്ത പാറകളായി പിളർന്നു നിൽക്കുന്നു. ഈ ഓരോ പാറയുടെയും മുകളിൽ ഓരോ ക്ഷേത്രങ്ങളുമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അവയ്ക്കിടയിലുള്ള വിടവിന് കുറുകെയുള്ള ഇടുങ്ങിയ ഒരു കൽപ്പാലമാണ്. ഇവരുടെ വിശ്വാസപ്രകാരം ഒരു ക്ഷേത്രം മൈത്രേയ ബുദ്ധനും മറ്റൊന്ന് ശാക്യമുനി ബുദ്ധനുമായാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബുദ്ധമത പാരമ്പര്യമനുസരിച്ച് ഭാവിയിലെ ബുദ്ധനാണ് മൈത്രേയൻ. ഫാൻഡിയങ് ജിങ്തി എന്ന ചൈനീസ് പ്രയോഗത്തിൽ നിന്നാണ് ഫാൻജിങ് എന്ന പേര് വന്നത്. നൂറ്റാണ്ടുകളായി തീർത്ഥാടകർ ഫാൻജിങ് ഷാൻ കയറുന്നുണ്ട്. പലരും 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് ഇവിടെ എത്തുന്നവരാണ്. കുത്തനെയുള്ള കയറ്റം മണിക്കൂറുകളോളം എടുത്തേക്കാം. ഇടതൂർന്ന കാടുകളും മഞ്ഞും കടന്നു വേണം ഈ കൽശിഖരത്തിൽ എത്താൻ. ഗുയ്ഷൌ സ്നബ്നോട്സ് കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള പല ജീവിവർഗങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. പിരമിഡ് മൗണ്ടെയ്ൻസ്, ഗുയ്ഷൌ പ്രൊവിൻസ്. ഗുയ്ഷൌ പ്രവിശ്യയിലെ കൃഷിയിടങ്ങൾക്കിടയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു മലയുണ്ട്. ഇതിൻ്റെ ആകൃതി ഏതാണ്ട് കൃത്യമായി ഒരു പിരമിഡ് പോലെ തന്നെയാണ്. വശങ്ങൾ കൃത്യമായ കോണുകളിൽ ഉയരുന്നു. മുകൾ ഭാഗം കൂർത്തതുമാണ്. ഈ മല കണ്ടാൽ ആരെങ്കിലും മനഃപൂർവ്വം നിർമ്മിച്ചതാണെന്നേ തോന്നും. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇത് ആളുകളിൽ വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വിശദീകരണം ഭൂമിശാസ്ത്രത്തിലാണ്. ഡിഫറൻഷ്യൽ ഇറോഷൻ എന്ന പ്രക്രിയയുടെ ഫലമായാണ് ഇത്തരമൊരു രൂപം ഉണ്ടാകുന്നത്. പാറകളുടെ കടുപ്പം ഒരേപോലെ അല്ലാത്തപ്പോൾ ഇത് സംഭവിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാറ്റും വെള്ളവും കടുപ്പം നിറഞ്ഞ പാറകളെ വേഗത്തിൽ ഒഴുക്കിക്കളയുന്നുണ്ട്. ഹാർഡായിട്ടുള്ള ഉൾഭാഗത്തിനു ചുറ്റും മൃദുവായ പാറകളുണ്ടെങ്കിൽ അവ എല്ലാ വശങ്ങളിൽ നിന്നും ഒലിച്ചു പോവുകയും നടുവിലെ കടുപ്പമുള്ള ഭാഗം ചെരിഞ്ഞ വശങ്ങളോടെ ബാക്കിയാവുകയും ചെയ്യും. ഇത് ഒടുവിൽ സിമ്മട്രിക്കലായ ഒരു പിരമിഡ് പോലെ കാണപ്പെടുന്നു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ മേസാരൂപങ്ങളും ഇൻസെൽബർഗുകളും ഉണ്ടാക്കുന്ന അതേ പ്രക്രിയയാണിത്. ഈ മലയിൽ പുരാതന കൊത്തുപണികളോ മനുഷ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളോ ഒന്നുമില്ല. നാട്ടുകാർക്കിടയിൽ ഇതിനെക്കുറിച്ച് പുരാണ കഥകളുമില്ല. വളരെ നീണ്ട കാലയളവിൽ പ്രകൃതി ശക്തികൾ ക്ഷമയോടെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രകൃതി മാത്രമാണിത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബാലിഷൻ ഒക്ടാഗണൽ ഫോർട്ട്, ഗാൻസു പ്രൊവിൻസ്. ഗാൻസു പ്രവിശ്യയിലെ ഉയർന്ന പീഠഭൂമിയിലെ ഈ നിർമ്മിതിയെക്കുറിച്ച് അധികമാരും കേട്ടുകാണില്ല. അസാധാരണമായ 8 വശങ്ങളുള്ള ആകൃതി കാരണമാണ് ഇതിന് ബാലിഷൻ ഒക്ടാഗണൽ ഫോർട്ട് എന്ന പേര് ലഭിച്ചത്. ചൈനീസ് സൈനിക വാസ്തുവിദ്യയിൽ ഇത്തരം രൂപം വളരെ അപൂർവമാണ്. ചൈനയിലെ മിക്ക പ്രതിരോധ കോട്ടകളും ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആണ് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 8 വശങ്ങളുള്ള രൂപം ആരാണ് പണിതതെന്നോ എന്തിനാണ് പണിതതെന്നോ ഉള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സത്യത്തിൽ ഈ കോട്ടയുടെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല. എങ്കിലും 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള മിങ് രാജവംശത്തിൻ്റെ കാലത്തായിരിക്കാം ഇത് നിർമ്മിച്ചതെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ഹാൻ ചൈനീസ് സംസ്കാരവും തിബറ്റൻ സംസ്കാരവും സംഗമിക്കുന്ന ഇടത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങളുണ്ട്. ചില ഗവേഷകർ കരുതുന്നത് ഇത് ഒരു സൈനിക പോസ്റ്റായിരുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ കോട്ടയ്ക്കുള്ളിലെ സ്തൂപങ്ങളുടെയും ചെറിയ ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിന് ആത്മീയമോ മതപരമോ ആയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നു. തിബറ്റൻ ബുദ്ധമത വിശ്വാസമനുസരിച്ച് 8 ദിശകൾ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാകാം ഈ 8 വശങ്ങളുള്ള രൂപം. ഏതായാലും ഇത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. അറ്റുലർ വില്ലേജ്, സിച്ചുവാൻ പ്രൊവിൻസ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുണ്ടെങ്കിലും സിച്ചുവാൻ പ്രവിശ്യയിലെ അറ്റുലർ വില്ലേജ് നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കും. ദാലിയാങ് മലനിരകളിലെ 800 മീറ്റർ ഉയരമുള്ള ഒരു കുത്തനെയുള്ള പാറക്കെട്ടിൻ്റെ അറ്റത്താണ് ഈ ചെറിയ
ഈ ഗോത്രഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി ഈ ഗ്രാമത്തിൽ നിന്ന് താഴെയുള്ള താഴ്വരയിലേക്ക് പോകാൻ പാറയിൽ ഉറപ്പിച്ച വള്ളിയേണികൾ മാത്രമായിരുന്നു ഏകവഴി. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചരക്കുകളും മൃഗങ്ങളുമായി ഈ ഏണികളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ഇവർ അവിടെ കൃഷി ചെയ്തും ആടുകളെ വളർത്തിയും കഴിഞ്ഞുപോന്നു. 2016 പ്രാദേശിക സർക്കാർ പാറയിൽ ഉറപ്പിച്ച 2500ഓളം സ്റ്റീൽ പടികൾ നിർമ്മിച്ചതോടെയാണ് ഇവിടുത്തെ യാത്ര സുരക്ഷിതമായത്. ഈ വാർത്ത അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയതോടെയാണ് പലരും ഈ ഗ്രാമത്തെക്കുറിച്ച് അറിയുന്നത്. തനതായ ഭാഷയും വസ്ത്രധാരണവും ആത്മീയ ആചാരങ്ങളുമായി ഈ വംശജർ ഇന്നും തങ്ങളുടെ പാരമ്പര്യം അവിടെ സംരക്ഷിച്ചു പോരുന്നു. ആധുനിക ലോകവുമായി ബന്ധം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അറ്റുലർ വില്ലേജ് ഇന്നും പുരാതനമായ ഒരു ജീവിത രീതിയുടെ അടയാളമായി തന്നെ നിലകൊള്ളുന്നു. യുവാൻയാങ് റൈസ് ടെറസസ്, യുനാൻ പ്രൊവിൻസ്. യുനാൻ പ്രവിശ്യയിലെ ഹാനി വംശജർ 1300 വർഷത്തിലേറെയായി മലനിരകളിൽ കൊത്തിയെടുത്തതാണ് ഈ നെൽവയലുകൾ. 16,600ഓളം ഹെക്ടറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ പാടങ്ങൾ മലഞ്ചെരുവുകളിൽ തട്ടുതട്ടുകളായി പണിതിരിക്കുന്നു. 2013 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജലസേചന രീതി വളരെ അത്ഭുതകരമാണ്. മലമുകളിലെ വനങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്തമായ നീരുറവകളെ ചാലുകൾ വഴി തിരിച്ചുവിട്ട് ഓരോ തട്ടിലെയും വയലുകളെ നനച്ച് താഴെയുള്ള താഴ്വരയിലേക്ക് എത്തിക്കുന്ന രീതിയാണിത്. രാസവസ്തുക്കൾ ഒന്നുമില്ലാതെ പ്രകൃതിദത്തമായ രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഓരോ കാലത്തിനനുസരിച്ചും ദിവസത്തിൻ്റെ സമയത്തിനനുസരിച്ചും ഇവിടുത്തെ പാടങ്ങളുടെ നിറം മാറിക്കൊണ്ടിരിക്കും. നെല്ലിനൊപ്പം മത്സ്യങ്ങളെയും താറാവുകളെയും വളർത്തുന്ന രീതിയും ഇവർ പിന്തുടരുന്നുണ്ട്. വാൻസിയാങ് വാലി, ഗാൻസു പ്രൊവിൻസ്. ചൈനീസ് ചരിത്രത്തിലെ ചരിത്രകാരന്മാർ തങ്ങളുടെ പട്ടുതുണികളിലും കടലാസുകളിലും പകർത്താൻ ആഗ്രഹിച്ച അതേ സൗന്ദര്യമാണ് ഗാൻസുവിലെ വാൻസിയാങ് താഴ്വരയ്ക്കുള്ളത്. കൂർത്ത ഗ്രാനൈറ്റ് പാറകളും വെള്ളച്ചാട്ടങ്ങളും മലഞ്ചെരുവുകളിൽ തൂങ്ങിക്കിടക്കുന്ന തടിപ്പാലങ്ങളും ഇവിടെ കാണാം. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഇവിടെ മഞ്ഞ് നിറഞ്ഞു നിൽക്കാറുണ്ട്. ഒരു ക്ലാസിക്കൽ ചൈനീസ് പെയിന്റിംഗ് ജീവൻ വെച്ച് വന്നതുപോലെ തോന്നും ഈ കാഴ്ച. താവോയിസ്റ്റ് പുരാണങ്ങളിൽ പറയുന്ന സിയാൻജിങ് അഥവാ അമരന്മാരുടെ ലോകം എന്ന സങ്കല്പം ഇത്തരം പ്രകൃതിദത്തമായ ഇടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് മാറി ഉയർന്ന കൊടുമുടികളും വെള്ളച്ചാട്ടങ്ങളും മഞ്ഞും നിറഞ്ഞ ഇടങ്ങൾ ആത്മീയ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നവയാണെന്ന് ചൈനക്കാർ വിശ്വസിച്ചിരുന്നു. ടൂറിസ്റ്റുകൾ അധികം എത്തിപ്പെടാത്തതുകൊണ്ട് തന്നെ ഈ താഴ്വര ഇന്നും വളരെ ശാന്തമാണ്. രാത്രിയിൽ ഇവിടുത്തെ പാലങ്ങളിൽ വിളക്കുകൾ തെളിയുമ്പോൾ വാൻസിയാങ് താഴ്വരയ്ക്ക് മറ്റൊരു ഭാവമാണ്. സാങ്യെ ഡാങ്സിയ, ഗാൻസു പ്രൊവിൻസ്. ഭൂമിയിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ പ്രകൃതിദത്ത കാഴ്ചകളിലൊന്നാണ് ഗാൻസു പ്രവിശ്യയിലെ സാങ്യെ ഡാങ്സിയ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, വെള്ള, പച്ച, ചാരനിറം എന്നിങ്ങനെ പല നിറങ്ങളിലുള്ള പാളികൾ ഒന്നിനു മീതെ ഒന്നായി കിടക്കുന്ന കുന്നുകളും പാറകളുമാണ് ഇവിടെയുള്ളത്. ഇതിനു മുകളിലുള്ള വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ആരോ ഒരാൾ ഭൂമിയിൽ ബ്രഷ് കൊണ്ട് ചായം വരച്ചതുപോലെ തോന്നും. ഇത്തരമൊരു ഭൂപ്രകൃതി ഉണ്ടായതിനു പിന്നിൽ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട്. ഡൈനോസോറുകൾ ജീവിച്ചിരുന്ന ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ചുറ്റുമുള്ള മലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വലിയ തടമായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണും മണലും അടിഞ്ഞുകൂടി പാളികളായി മാറി. ഓരോ പാളിയിലും അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ അഥവാ മിനറൽസിന്റെ വ്യത്യാസമാണ് അവയ്ക്ക് ഓരോ നിറം നൽകുന്നത്. അയൺ ഓക്സൈഡും ഹേമറൈറ്റും ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ നൽകുന്നു. മാംഗനീസ് പർപ്പിൾ നിറത്തിനും കാൽസ്യം കാർബണേറ്റ് വെളുത്ത നിറത്തിനും കാരണമാകുന്നു. ഭൂമിക്കടിയിലെ പാളികൾ ഉയർന്നു വരികയും പിന്നീട് കാറ്റും മഴയും കാരണം മുകളിലെ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തപ്പോഴാണ് ഈ മനോഹരമായ നിറങ്ങൾ പുറത്തു കാണാൻ തുടങ്ങിയത്. ചൈനീസ് ഭൂമിശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള ചുവന്ന മണൽക്കല്ലുകൾ നിറഞ്ഞ പ്രദേശങ്ങളെ ഡാങ്സിയ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2010 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തെ വെയിലിൽ ഈ കുന്നുകൾക്ക് കൂടുതൽ തിളക്കവും ഭംഗിയും ലഭിക്കാറുണ്ട്. ക്രസന്റ് ലേക്ക്, ഗാൻസു പ്രൊവിൻസ്. ഗാൻസു പ്രവിശ്യയിലെ ദുൻഹുവാങ് നഗരത്തിലെ അതിരിൽ മരുഭൂമിക്ക് നടുവിൽ ഒരു കാഴ്ചയുണ്ട്. കൂറ്റൻ മണൽക്കുന്നുകൾക്ക് നടുവിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു തടാകം. ചൈനയിലെ ഏറ്റവും വലിയ മണൽക്കുന്നുകളായ മിങ്ഷ മലനിരകൾക്ക് നടുവിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. തെളിഞ്ഞ വെള്ളവും അതിനു ചുറ്റുമുള്ള പച്ചപ്പും തടാകത്തിൻ്റെ അറ്റത്തുള്ള മനോഹരമായ ഒരു പവലിയനും ഈ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു.
യുവയേക്വാൻ എന്ന് ചൈനീസ് ഭാഷയിൽ അറിയപ്പെടുന്ന ഈ തടാകത്തെക്കുറിച്ച് 2000 വർഷം മുൻപുള്ള ഹാൻ രാജവംശത്തിൻ്റെ ചരിത്രരേഖകളിൽ പരാമർശമുണ്ട്. ചൈനയിലെ ഏറ്റവും വരണ്ട ഈ മരുഭൂമിയിൽ ഇത്രയും കാലം ഈ തടാകം വറ്റാതെ നിന്നത് അതിശയകരമാണ്. മണൽക്കുന്നുകൾക്ക് അടിയിലെ പാറകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന നീരുറവകളാണ് ഈ തടാകത്തെ നിലനിർത്തുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കൃഷിക്കായി ഭൂഗർഭജലം അമിതമായി ഉപയോഗിച്ചപ്പോൾ തടാകം വറ്റാൻ തുടങ്ങിയിരുന്നു. 1960കളിൽ 22 ഏക്കറുണ്ടായിരുന്ന തടാകം 90കളിൽ 8 ഏക്കറായി ചുരുങ്ങി. അതൊരു വലിയ പാരിസ്ഥിതിക പ്രതിസന്ധിയായിരുന്നു. പിന്നീട് ചൈനീസ് ഗവൺമെൻറ് ഇടപെട്ട് കൃഷിക്കായുള്ള വെള്ളമെടുപ്പ് കുറയ്ക്കുകയും തടാകത്തിലേക്ക് വെള്ളം നിറയ്ക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തതോടെ തടാകം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. പണ്ട് സിൽക്ക് റോഡ് വഴി യാത്ര ചെയ്തിരുന്ന വ്യാപാരികൾക്കും തീർത്ഥാടകർക്കും ഈ തടാകം വലിയൊരു ആശ്വാസമായിരുന്നു. ലെഷാൻ ജയന്റ് ബുദ്ധ, സിച്ചുവാൻ പ്രൊവിൻസ്. മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിൽ ഒന്നാണ് ലെഷാൻ ജയന്റ് ബുദ്ധ. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മിൻ, ധാതു, ക്വിൻയി എന്നീ 3 നദികൾ സംഗമിക്കുന്ന സ്ഥലത്തെ ലിംഗ്വിൻ മലയിലാണ് കല്ലിൽ കൊത്തിയ ഈ ഭീമൻ പ്രതിമയുള്ളത്. 71 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന കൽപ്രതിമയായി നിലകൊള്ളുന്നു. AD 713 ഹെയ്ടോങ് എന്ന ബുദ്ധ സന്യാസിയാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. നദികൾ സംഗമിക്കുന്ന ഈ സ്ഥലത്തെ ഒഴുക്ക് വളരെ അപകടകരമായിരുന്നു. പലപ്പോഴും ബോട്ടുകൾ മറിയുകയും വ്യാപാരികളും മീൻപിടുത്തക്കാരും മരിക്കുകയും ചെയ്തിരുന്നു. ഒരു വലിയ ബുദ്ധപ്രതിമ അവിടെയുണ്ടെങ്കിൽ നദി ശാന്തമാകുമെന്ന് ഹെയ്ടോങ് വിശ്വസിച്ചു. ഇതിനായുള്ള ഫണ്ട് ശേഖരിക്കുന്നതിനിടെ ചില ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ ഹെയ്ടോങ് സ്വന്തം കണ്ണുകൾ തോണ്ടി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതോടെ ഉദ്യോഗസ്ഥർ പത്തിമടക്കി. ഏകദേശം 90 വർഷമെടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ പ്രതിമ നിർമ്മിച്ചപ്പോൾ മലയിൽ നിന്ന് വെട്ടിമാറ്റിയ വലിയ പാറക്കഷ്ണങ്ങൾ നദിയിലേക്ക് വീഴുകയും അത് നദിയുടെ ഒഴുക്കിൻ്റെ ഗതി മാറ്റുകയും ചെയ്തു. ഇതോടെ നദിയിലെ അപകടകരമായ ഒഴുക്ക് കുറഞ്ഞു. 1996-ൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ പ്രതിമ ഇന്നും ദശലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ലോങ്മെൻ ഗ്രോട്ടോസ്, ഹെനാൻ പ്രൊവിൻസ്. ഹെനാൻ പ്രവിശ്യയിലെ ലുവോയാങ് നഗരത്തിനടുത്തുള്ള ഈ നദിയുടെ തീരത്ത് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിലാണ് ലോങ്മെൻ ഗ്രോട്ടോസ് വ്യാപിച്ചു കിടക്കുന്നത്. നദിയുടെ ഇരുവശങ്ങളിലുമുള്ള ചുണ്ണാമ്പ് പാറകളിൽ കൊത്തിയെടുത്ത ഈ ഗുഹകളിൽ 1,00,000-ലധികം ബുദ്ധ പ്രതിമകളും 2,300-ലധികം ഗുഹകളും മാടങ്ങളും 40ഓളം പഗോഡകളും 3,600ഓളം ശിലാഫലകങ്ങളുമുണ്ട്. ഇതിൻ്റെ മുൻപിൽ നേരിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഈ കലയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. AD 493-ൽ നോർത്തേൺ വെയ് രാജവംശം അവരുടെ തലസ്ഥാനം ലുവോയാങ്ങിലേക്ക് മാറ്റിയപ്പോഴാണ് ഇവിടെ പണികൾ തുടങ്ങിയത്. തങ്ങളുടെ ഭക്തിയും അധികാരവും പ്രകടിപ്പിക്കുന്നതിനായി ഭരണാധികാരികൾ പാറകളിൽ ബുദ്ധരൂപങ്ങൾ കൊത്തിവെക്കാൻ തുടങ്ങി. പിന്നീട് സുയി, ടാങ്, സോങ് രാജവംശങ്ങളിലൂടെ 100 കണക്കിന് വർഷങ്ങൾ ഈ പണി തുടർന്നു. ഓരോ കാലഘട്ടത്തിലെയും ശില്പങ്ങൾക്ക് അതിൻ്റേതായ ശൈലികളുമുണ്ട്. ലോങ്മെൻ ഗ്രോട്ടോസിലെ ഏറ്റവും പ്രശസ്തമായ പ്രതിമ ഫെങ്സിയാൻ ക്ഷേത്രഗുഹയിലെ 17 മീറ്റർ നീളമുള്ള വൈരോചന ബുദ്ധനാണ്. ടാങ് രാജവംശത്തിലെ ഗാവോസോങ് ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വു സെറ്റിയൻ രാജ്ഞിയുടെയും കാലത്താണ് ഇത് പൂർത്തിയായത്. ചൈനീസ് ചരിത്രത്തിൽ ചക്രവർത്തിയായി നേരിട്ട് ഭരണം നടത്തിയ ഏക വനിതയാണ് വു സെറ്റിയൻ. ഈ പ്രതിമയുടെ മുഖത്തിന് വു സെറ്റിയൻ്റെ മുഖവുമായി സാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. കേവലം ഒരു മതപരമായ സ്ഥലം എന്നതിലുപരി ചൈനീസ് ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ബുദ്ധമതത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ ചരിത്രരേഖ കൂടിയാണിത്. 2000-ൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. കൈപ്പിംഗ് ഡിയോലോ, ഗുവാങ്ഡോങ് പ്രൊവിൻസ്. ഗുവാങ്ഡോങ് പ്രവിശ്യയിലെ കൈപ്പിംഗ് കൗണ്ടിയിലുള്ള നെൽവയലുകൾക്കിടയിൽ 1800-ലധികം ഉയരമുള്ള ഗോപുരങ്ങൾ കാണാം. ഡിയോലോ എന്ന് വിളിക്കപ്പെടുന്ന ഇവ ചൈനയിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വാസ്തുവിദ്യകളിൽ ഒന്നാണ്. 6-7 നിലകളുള്ള ഈ ഗോപുരങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിർമ്മാണ ശൈലികൾ ഒത്തുചേരുന്നു. റോമൻ തൂണുകൾക്ക് മുകളിൽ ചൈനീസ് ശൈലിയിലുള്ള മേൽക്കൂരകളും ബൈസാൻറ്റൈൻ ശൈലിയിലുള്ള താഴികക്കുടങ്ങളും ഗോതിക് ശൈലിയിലുള്ള ജനലുകളും ഇതിൽ കാണാം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കൈപ്പിങ്ങിൽ നിന്ന് വിദേശത്തേക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ജോലിക്ക് പോയവർ തിരിച്ചു വന്നപ്പോൾ പണിതവയാണിത്. ഫുജിയാൻ തുലോ, ഫുജിയാൻ പ്രൊവിൻസ്. ഫുജിയാൻ പ്രവിശ്യയിലെ മലനിരകളിൽ കാണപ്പെടുന്ന വലിയ കൂട്ടായ താമസ സ്ഥലങ്ങളാണ് ഫുജിയാൻ തുലോ. മണ്ണ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്നാണ് തുലോ എന്ന വാക്കിൻ്റെ അർത്ഥം. മണലും കളിമണ്ണും ചരലും വൈക്കോലും ചേർത്ത് ഉറപ്പിച്ചെടുത്താണ് ഇതിൻ്റെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 70 മീറ്റർ വരെ വ്യാസമുള്ള വട്ടത്തിലുള്ള തുലോകളാണ്
ഇതിലേറ്റവും പ്രശസ്തം. 4-5 നിലകളുള്ള ഈ കെട്ടിടങ്ങളിൽ ഒരേ ഗോത്രത്തിൽപ്പെട്ട 300ഓളം കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയും. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് തുലോകൾ നിർമ്മിച്ചിരിക്കുന്നത്. പുറം ചുവരുകളിൽ താഴത്തെ നിലയിൽ ജനലുകൾ ഉണ്ടാകില്ല. അകത്തെ മുറ്റത്തേക്ക് നോക്കുന്ന വശത്ത് മാത്രമേ ജനലുകൾ ഉണ്ടാകൂ. ശത്രുക്കൾ ഗേറ്റ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ മുകളിൽ നിന്ന് വെള്ളമൊഴിക്കാനുള്ള സംവിധാനം വരെ ചിലയിടങ്ങളിലുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതൽ വടക്കൻ ചൈനയിൽ നിന്ന് തെക്കോട്ട് കുടിയേറിയ ഹക്ക വംശജരാണ് ഈ തുലോകൾ പണിതത്. മറ്റ് വിഭാഗങ്ങളുമായുള്ള സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരുമിച്ച് ജീവിക്കാനും വേണ്ടിയാണ് അവർ ഈ ശൈലി സ്വീകരിച്ചത്. 2008 യുനെസ്കോ 46 ഫുജിയാൻ തുലോകളെ ലോക പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഹുക്കൗ വാട്ടർഫാൾ, ഷാങ്സി പ്രൊവിൻസ്. ചൈനയിലെ 2ാമത്തെ വലിയ വെള്ളച്ചാട്ടവും യെല്ലോ റിവറിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവുമാണ് ഹുക്കൗ. ഷാങ്സി എന്നീ പ്രവിശ്യകളുടെ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 400 മീറ്ററോളം വീതിയിൽ ഒഴുകിവരുന്ന യെല്ലോ റിവർ ഇവിടെ വെച്ച് പെട്ടെന്ന് വെറും 50 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ പാറയിടുക്കിലേക്ക് ചുരുങ്ങുന്നു. ഈ ഇടുക്കിലൂടെ വെള്ളം ഏകദേശം 20 മീറ്റർ താഴ്ചയിലേക്ക് വലിയ ശബ്ദത്തോടെ പതിക്കുന്നു. ഇതിൻ്റെ ശബ്ദം കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും കേൾക്കാമത്രേ. ഹുക്കൗ എന്നാൽ ചായക്കപ്പയുടെ ചുണ്ട് എന്നാണ് അർത്ഥം. ഒരു വലിയ നദി ഇടുങ്ങിയ വഴിയിലൂടെ താഴേക്ക് വീഴുന്നത് കാണാൻ ഒരു വലിയ കെറ്റിലിൽ നിന്ന് ചായ ഒഴിക്കുന്നത് പോലെ തോന്നും. വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള മഞ്ഞുതുള്ളികൾ ഉയരത്തിലേക്ക് പൊങ്ങുന്നതും അതിൽ സൂര്യപ്രകാശം തട്ടി മഴവില്ലുകൾ ഉണ്ടാകുന്നതും ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ച കൂടിയാണ്. സാങ്ജാജി, ഹുനാൻ പ്രൊവിൻസ്. ഹുനാൻ പ്രവിശ്യയിലുള്ള സാങ്ജാഞ്ചി നാഷണൽ ഫോറസ്റ്റ് പാർക്ക് ഭൂമിയിലെ തന്നെ ഏറ്റവും വിചിത്രവും മനോഹരവുമായ കാഴ്ചകളിൽ ഒന്നാണ്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് കൽത്തൂണുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ചില തൂണുകൾ താഴ്വരയിൽ നിന്ന് 200 മീറ്ററിലധികം ഉയരത്തിലേക്ക് കുത്തനെ നിൽക്കുന്നു. താഴെ നിബിഡമായ വനങ്ങളും മുകളിൽ മഞ്ഞും മൂടിക്കിടക്കുമ്പോൾ ഈ കൽത്തൂണുകൾ ആകാശത്ത് ഒഴുകി നടക്കുന്ന ദ്വീപുകൾ പോലെ തോന്നും. ഏകദേശം 35 മുതൽ 40 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ഒരു ആഴം കുറഞ്ഞ കടലായിരുന്നു അത്രേ. അവിടെ അടിഞ്ഞുകൂടിയ മണൽക്കല്ലുകൾ അഥവാ സാൻഡ്സ്റ്റോണുകൾ പിന്നീട് ഭൂമിക്കടിയിലെ സമ്മർദ്ദം കാരണം ഉയർന്നു വന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മഴവെള്ളവും കാറ്റും പാറകളിലെ വിള്ളലുകൾക്കിടയിലൂടെ കടന്നുപോയി അവയെ ഇത്തരത്തിൽ വലിയ കൽത്തൂണുകളാക്കി മാറ്റുകയായിരുന്നു. ചൈനീസ് കലകളിലും പുരാണങ്ങളിലും സാങ്ജാഞ്ചിക്ക് വലിയ സ്ഥാനമുണ്ട്. താവോയിസ്റ്റ് കഥകളിൽ പറയുന്ന അമരന്മാരുടെ ലോകമായ സിയാൻജിങ് കാണാൻ ഇതുപോലെ ഇരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2009 പുറത്തിറങ്ങിയ വിശ്വപ്രസിദ്ധമായ അവതാർ എന്ന സിനിമയിലെ പാണ്ടോറ ഗ്രഹത്തിലെ പറക്കുന്ന മലകൾക്ക് പ്രചോദനമായത് ഈ സ്ഥലമാണ്. സിനിമയ്ക്ക് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുമുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നിർമ്മിതി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.